എല്ലാവർക്കും നിലവിസ് വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. പപ്സ് പോലെയിരിക്കുന്ന എന്നാൽ പപ്സിനേക്കാൾ ടേസ്റ്റ് ഉള്ള ഒരു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക്. അപ്പോൾ പപ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പഫ് ഷീറ്റിന്റെ ആവശ്യമുണ്ട്. അതൊന്നും വേണ്ട, ബ്രെഡും ആപ്പിളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനായി വേണ്ടത് ഒരു 3 ആപ്പിളാണ്. ഒരു ആപ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കേണ്ടതാണ്. നല്ല മധുരമുള്ള ആപ്പിൾ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആപ്പിൾ ഒന്ന് നീളത്തിൽ അരിഞ്ഞു കൊടുത്തതിന് ശേഷം കുറുകെ അരിഞ്ഞ് ചെറിയ പീസസ് ആക്കി എടുക്കേണ്ടതാണ്. എല്ലാ ആപ്പിളും നിങ്ങൾക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 ആപ്പിൾ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒന്നേ ഉള്ളെങ്കിൽ അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഈ ആപ്പിൾ നമ്മൾ ഫില്ല് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എല്ലാ ആപ്പിളും ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മളുടെ ആപ്പിൾ പീസസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. ബട്ടർ ഒന്ന് ഉരുകി വന്നതിന് ശേഷം വേണം ആപ്പിൾ പീസ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആപ്പിൾ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടപ്പുറത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. കൂടെ തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ ആപ്പിൾ ഒന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കിയെടുക്കുക. ഈ കാഷ്യൂ നട്ട് കൂടി ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ലഭിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് സ്നാക്കാണിത്. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ഇവിടെ ഞാൻ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തത്. അതിന്റെ 4 വശവും ഒന്ന് മുറിച്ചു കൊടുക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ 2 രീതിയിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് കോട്ട് ചെയ്തും ഒന്ന് കോട്ട് ചെയ്യാതെയും. ബ്രെഡ് ക്രംസിലാണ് കോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 4 വശവും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചപ്പാത്തി പലക ഉപയോഗിച്ച് ഒന്ന് ചെറുതായി പരത്തി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആപ്പിൾ കാഷ്യൂ മിക്സ് അതിന്റെ ഒരു സൈഡിലായിട്ട് വെച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ 4 വശവും ഒരു മുട്ട ബീറ്റ് ചെയ്തതിൽ ഡിപ്പ് ചെയ്തതിനു ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് നമുക്ക്. ഇനി മുട്ടയില്ലെങ്കിൽ മൈദ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതിനു ശേഷം അതിൽ ഡിപ്പ് ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഇങ്ങനെയൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇത് നിർബന്ധമുള്ളതല്ല, ഞാൻ വെറുതെ ഒരു ഡിസൈൻ കൊടുക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇത് നടച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക 4 വശവും. ശേഷം ഒരു മുട്ട ബീറ്റ് ചെയ്തതിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക.
അതും കൂടി കഴിഞ്ഞാൽ കുറച്ച് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മളുടെ കോട്ടഡ് സ്നാക്കാണ്. നിങ്ങൾക്ക് സാൻഡ്വിച്ച് ബ്രെഡോ സാധാരണ ബ്രെഡോ ഉപയോഗിക്കാവുന്നതാണ്. സാൻഡ്വിച്ച് ബ്രെഡ് ആകുമ്പോൾ കുറച്ച് വലിപ്പം ഉണ്ടാകും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ കോട്ട് ചെയ്ത രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ട് ചെയ്യാതെ ഒരെണ്ണം ഉണ്ടാക്കാം. അതും പഴയതുപോലെ തന്നെയാണ്, ശേഷം കോട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. കോട്ട് ചെയ്യുന്നതും ചെയ്യാത്തതും ഒരേപോലെ തന്നെ ടേസ്റ്റിയാണ്. കോട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്രിസ്പിയാകും, അത്രയേ ഉള്ളൂ. കോട്ട് ചെയ്യാത്ത ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. മറ്റുള്ളവ കൂടി ഇങ്ങനെ ചെയ്തെടുത്തതാണിത്. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ നെയ്യ് ഒഴിക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ്. അതിലേക്ക് നമ്മുടെ സ്നാക്ക് വെച്ചു കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ തിരിച്ചിടേണ്ടതാണ്. ഇപ്പോൾ 2 തിരിച്ചിട്ടിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ചൂടായ ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മറ്റുള്ളതും നമുക്ക് ചെയ്തെടുക്കാം. കൂടുതൽ നെയ്യും ഓയിലും ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാവശ്യമായത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് കോട്ടഡ് ആണ്. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ആപ്പിൾ പൈ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഒരു ചായ ഇടുന്ന സമയം കൊണ്ട് നിങ്ങളുടെ സ്നാക്ക് റെഡിയാകും. അതും ചൂടോടുകൂടി ഇത് കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ പഫ്സിനൊക്കെ ഒരു പഫ്സിലേക്ക് ആവശ്യമുണ്ട്. ഇത് പഫ്സിനേക്കാൾ രുചിയോടെ നിങ്ങൾക്കിത് ആസ്വദിക്കാവുന്നതാണ്. ഇതിന്റെ രുചി കൂട്ടാൻ ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ തേൻ. ഇത് ഈ സ്നാക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ തേനുണ്ടെങ്കിൽ ഉറപ്പായും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കുട്ടികളൊക്കെ ഇത് വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങിക്കഴിക്കും. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.